എന്തേ പറ. ഇന്ന് ആക്ച്വലി എനിക്ക് പോകാനൊരു ബസ് വന്നു പോയതാ. മനഃപൂർവ്വം കയറാതിരുന്നതാ. എന്തിന്? നിന്നെ ഒന്നും കൂടെ കാണാൻ. നീ മോളിൽ താഴേക്ക് വരാമല്ലോ. നീ SM പാസ്സായതല്ലേ? പിന്നെ എന്തിനാ എടുത്ത് വെച്ചിരിക്കണേ? നമ്മൾ ഫസ്റ്റ് ബ്രേക്കപ്പ് ആയിട്ട് പാച്ചപ്പ് ആയില്ലേ? അപ്പം നീ എന്നെ ഇത് പഠിപ്പിച്ചിരുന്നു. ആരും ഓർമ്മക്കേണ്ടി വെറുതെ വെച്ച. എന്തിനാ? നീ എൻ്റെ കൂടെ ഉണ്ടാവാൻ. കുഴപ്പമുണ്ടോ? എന്നാ അതെൻ്റെ ഇരിക്കട്ടെ. ഞാൻ വേറെ മേടിച്ചു വലിക്കും. എന്നാലും ഇത് വലിക്കില്ലല്ലോ. പോണ്ടേ? ഒരു ചായ കുടിക്കാനുള്ള സമയമുണ്ട്. വേണോ? ഈ ചായ ഞാൻ പൊളിക്കും. നമ്മ പോയി ചായ ഉണ്ടാക്ക. ഓക്കേ. ചായ കൊള്ളാം. അച്ഛൻ ഭയങ്കര ചായടിക്കാരനായിരുന്നു. മൂപ്പർക്ക് നാദാരത്തൊരു പീടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കമ്മ്യൂണൽ പ്രശ്നമൊക്കെ വന്നത് പൂട്ടി. ഞാനും ഏട്ടനും സ്കൂളും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവിടെ തന്നെ ഇരിക്കാറ്. ഏട്ടനെപ്പോഴും ചെന്നൈ തന്നെയല്ലേ? ആ. കല്യാണം കഴിയുമ്പോൾ എല്ലാവരും മാറും. വി ഷുഡ് ഗിവ് ദം ദ സ്പേസ്. വീട്ടിൽ വരാത്താണ് അവൻ്റെ സ്പേസ്. ഒരു കൊല്ലമായിട്ട് അവൻ അച്ഛനമ്മയെ കാണാൻ വന്നിട്ടില്ല. അവരുടെ പ്രശ്നങ്ങൾ അവൻ കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ? നീ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെക്കൊണ്ടിപ്പോൾ പറ്റാത്തോണ്ടല്ലേ. നീ ഓവർ തിങ്ക് ചെയ്യുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ചേട്ടൻ ചെന്നൈയിലേക്ക് വരാൻ പറഞ്ഞല്ലേ, ഒന്ന് പോയി നോക്ക്. ചിലപ്പോൾ എല്ലാം ശരിയാവും. ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട വന്നാലും ഞാൻ ഏട്ടൻ്റെ അടുത്തോട്ട് പോകില്ല. എന്നാ പോണ്ട. നീ ഒന്നും ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ കോളേജിൻ്റെ മുന്നിലൊരു മൊബൈൽ ടീക്കറ്റ് ഇട്. അത് വർക്കാവും. അത് നല്ല ഐഡിയ ആണല്ലോ. ജസ്റ്റ് ബി കാം ആൻഡ് തിങ്ക്. ഇങ്ങനത്തെ കുറേ നല്ല ഐഡിയാസ് കിട്ടും. നീ എന്നെ മിസ് ചെയ്യില്ലേ? പിന്നെ കരപ്പുറൊക്കെ പോയി പുതിയ ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ നമ്മളെ പതുക്കെ പതുക്കെ അങ്ങ് മറക്കും അല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നിന്റെ മണം.